ഹലോ, ഹായ്. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. മഴയാണ് മഴ. ഓഹോ, ഇതുമേ തണുക്കുന്നു പണ്ടാരം. ഇവിടുത്തെ പ്രശ്നം വൈകുന്നേരം മാത്രം ഇവിടെ മഴ വരത്തുള്ളൂ. അതിനേക്കാൾ ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു സാധനം കാരണം നമ്മളവിടെ പെട്ടിടക്കമാണ്. ഈ വെള്ളം ഇതിലൂടെ പോകത്തില്ല. ആ കുഞ്ഞു ഹോളാ. അപ്പൊ ഈ വെള്ളം പോകണമെങ്കിൽ പിന്നെയുള്ള വഴിയാണത് ഈ സ്റ്റെപ്പ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വെള്ളം വീടിനകത്തോട്ട് കയറും. ഇപ്പൊ തന്നെ കണ്ടേ എന്താ പറയുന്ന അവസ്ഥ. കുറച്ചുകൂടെ കഴിയുമ്പോൾ വീടിനകത്തോട്ട് കയറും. അപ്പൊ നമ്മൾ എണീറ്റ് പോയി ഇറങ്ങി ക്ലീൻ ചെയ്യണം. ഇതാണ് ടെറസിൽ വീടെടുത്ത് കഴിഞ്ഞുള്ള പണി. വേറൊരു കാര്യം കൂടെ കാണിച്ചത് ആ പാവം എന്തെടുപ്പോ ശിംഷനൊക്കെ നശിച്ച് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. തടുക്കുന്നു. അയ്യോ, കയറുമോ? നാളെ രണ്ടുണ്ട്. പുറത്തിറങ്ങണം, ക്ലീൻ ചെയ്യണം. അപ്പൊ ടെറസിലെ വീടെടുക്കുമ്പോ കിട്ടുന്ന പണിയാണ് സൂക്ഷിച്ചു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പടിക്കെട്ടുണ്ടല്ലോ, അത് താഴ്ന്നിരിക്കുന്നോണ്ട് വീട്ടിന്റെ അകത്തോട്ട് വെള്ളം കയറും. നമ്മൾ ഇറങ്ങി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ അകത്തിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടായിറങ്ങും. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വൈകുന്നേരം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതായത് കടയിലോ എവിടെയെങ്കിലൊക്കെ പോണെങ്കിൽ രണ്ടുപേർക്കും കൂടെ പോകാൻ പറ്റത്തില്ല. അപ്പൊ ആരെങ്കിലും ഒരാള് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ചു വരണം. രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴയോ മറ്റോ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്ത് വെള്ളം കയറും. വീടിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വീട് വരുമ്പോഴേക്ക് ക്ലീൻ ചെയ്യണ്ട. വീടിങ്ങനെ ബെഡൊക്കെ ഹോളിലായതുകൊണ്ട് എന്താ പറയാ, നനഞ്ഞ് കുതിർന്ന് ഒരു ഇതിലാവും. അപ്പൊ അതാണ് പ്രശ്നമാണ്. ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ഫേസിലുള്ള പ്രശ്നം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് സോ. മരുന്നൊക്കെ തേക്കുന്നുണ്ടാവും. ശരിയാവണം. ഓ, എന്ത് തണുപ്പ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മഴത്ത് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടിൽ ഇറങ്ങി തല്ലുള്ളൂ. അങ്ങനെ വെറുതെ തല്ലുകളായിട്ട് ചാടി ഇറങ്ങി പോകുന്നു. കുറഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യണ്ടെന്നറിയോ? ചൂടില്ല. നേരെ വൈപ്പറുണ്ട്. ആ വൈപ്പർ എടുത്തിട്ട് വെള്ളം മൊത്തം സ്റ്റെപ്പ് വഴി ഒഴുക്കി വിടണം. അല്ലെങ്കിൽ വീടിൻ്റെ വെള്ളം കയറും. അപ്പൊ ശരി, എന്നാ ഞാൻ പോട്ടെ. ടാറ്റാ.